ഹൈ ഗൈസ്, കൃഷിയുടെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ ഇന്നത്തെ ചെടി എന്ന് പറയുന്നത് പാവയ്ക്കയാണ്. പാവയ്ക്കകത്ത് എന്തൊക്കെ രോഗങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. ഒരുപോലത്തെ അസുഖങ്ങൾ പല ചെടികളിലും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധനമാണ് പൗൾട്രി മിൽഡ്യൂ. അതായത് നമ്മളെ ഇലയുടെ അടിഭാഗത്തും മേൽഭാഗത്തും ചെറിയ ചെറിയ വെള്ളത്തരികൾ കാണുന്നത് പോലെയാണ് നമുക്ക് പൗൾട്രി മിൽഡ്യൂ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അടുത്തെന്ന് പറയുമ്പോൾ ഡൗണി മിൽഡ്യൂ. ഇത് പൗൾട്രി മിൽഡ്യൂടെ അനിയനായിട്ട് വരും. അതായത് അത് വെള്ള കളറാണെങ്കിൽ ഇത് മഞ്ഞ കളറിൽ വന്നിട്ട് ചെറിയ ചെറിയ ഗ്രേയിഷ് കളറും കൂടെ വരും. കൂടാതെ ഇത് ഇല നശിച്ചു പോകാനും സാധ്യതയുണ്ട്, അതായത് കൊഴിഞ്ഞു പോകും. അടുത്തെന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ലീവ് സ്പോട്ട് അല്ലെങ്കിൽ ലീഫ് ബ്ലൈറ്റ് എന്ന് പറയും. അതായത് വൃത്താകൃതിയിൽ ഒരു വട്ടം ഉണ്ടായതിനു ശേഷം അതിന്റെ 4 ചുറ്റും മഞ്ഞ കളറിൽ ഉണ്ടാകും. അതിനുശേഷം അത് ബ്രൗൺ കളറോ കറുത്ത കളറോ ആയിട്ട് മാറി ലീഫ് ഇല്ലാതാവും. അടുത്തത് ആന്ത്രഗ്നോസ്. അതായത് ഇലയില് ഒരു നനഞ്ഞ പാടുണ്ടാവും. അത് കാരണം അത് ബ്രൗൺ കളറായി കറുത്ത കളറായി ഒരു ഹോള് വീഴാൻ സാധ്യതയുണ്ട് ഇലയിൽ. അടുത്തത് ഫിസേറിയം വിൽറ്റ്. ഈ അസുഖം ബാധിക്കുന്നത് കൂടുതലും ഇതിന്റെ വേരുകളിലും തണ്ടുകളിലുമാണ്. ഇത് കാരണം ഇത് വാടാൻ സാധ്യത കൂടുതലാണ്. അടുത്തത് മെയിനായിട്ട് വരുന്ന അസുഖമാണ് പാവയ്ക്ക മൊസൈക്ക് കോംപ്ലക്സ്. ഇതൊരു വൈറൽ ഡിസീസാണ്. അതായത് മൊസൈക്ക് പാറ്റേണുകൾ നമ്മളെ ഇലയിൽ കാണാൻ സാധിക്കും. ഇതിന് ശേഷം ഇത് മുരടിക്കും. അത് കാരണം നമ്മളെ വിളവ് കുറയാൻ സാധ്യത കൂടുതലാണ്. ഇതെല്ലാം പ്രതിരോധിക്കാനായി കൾച്ചറൽ പ്രാക്ടീസസ് ആയ ക്രോപ്പ് റൊട്ടേഷൻ, പിന്നെ നമുക്ക് നല്ല വെന്റിലേഷൻ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ചെടി നടാവുന്നതാണ്. കൂടാതെ ഇതിന്റെ റെസിസ്റ്റന്റ് വെറൈറ്റികളൊക്കെ നമുക്ക് നട്ട് ഇത് പ്രതിരോധിക്കാവുന്നതാണ് ഒരു പരിധി വരെ. ബയോളജിക്കൽ കൺട്രോൾ ആയിട്ട് സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്ന ബയോകെമിക്കൽ ഏജന്റ് നമുക്ക് യൂസ് ചെയ്ത് അതും പ്രതിരോധിക്കാവുന്നതാണ്. ഇതെല്ലാം യൂസ് ചെയ്തിട്ടും ഇനിയും ശല്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കെമിക്കൽസ് യൂസ് ചെയ്യാം. അതായത് മാംഗോ സെബ് ആയിട്ടുള്ള ഫംഗിസൈഡും ഇമ്യൂണോക്ലോപ്രിഡ് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡും ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ശമനം തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ പാവയ്ക്കയെ പറ്റി ഒരുവിധം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളെ ഞായറാഴ്ച നമ്മളെ ലൈവ് വരുവാണ്, എല്ലാരും കാണണം. ഫുൾ സപ്പോർട്ടായിട്ട് പിന്നെ കൂടെ കാണണം. അപ്പൊ പുതിയൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. ടാറ്റാ.